അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഗാന്ധി ഇൻ 150 അനക്ഡോട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. ആക്ച്വലി ഈ ഒരു ബുക്ക്, ഈ അനക്ഡോട്ട്സ് ഉണ്ടല്ലോ, ഒരു പേജിലുള്ള കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫ്സ് ആയിട്ടുള്ള കഥകൾ, അങ്ങനെ 150 കഥകളുള്ള ഒരു പുസ്തകമാണിത്. ഇത് ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് എടുത്ത ഒരു പുസ്തകമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പുസ്തകം. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള നമ്മുടെ ഗാന്ധിജിയുടെ, നമ്മുടെ സ്വന്തം ഗാന്ധിജിയുടെ കഥ പറയുന്ന, അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല അഹിംസ എന്ന സദ്ഗുണവും അതുപോലെ വെള്ളക്കാരുടെ തീതുപ്പുന്ന തോക്കിനെ ഭയക്കാതെ അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹത്തിൻ്റെ മാർഗങ്ങളിലൂടെ മുന്നേറിയതുമൊക്കെ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ അദ്ദേഹത്തെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചു. ആക്ച്വലി അത് കളിയാക്കിയാണ് വിളിച്ചത്, പക്ഷെ അത് അദ്ദേഹം ഒരു കോംപ്ലിമെൻ്റ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ ഒരു കുട്ടി അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു പെൻസിൽ കൊടുത്തു. ആ പെൻസിൽ അദ്ദേഹം ഏറ്റവും ട്രഷേർഡായിട്ടുള്ള ഒരു ഗിഫ്റ്റായിട്ട് കണ്ടെത്തി, അല്ലെങ്കിൽ അത് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള പല പല ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നെടുത്തതും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള പല പല കഥകൾ ഈ ഒരു പുസ്തകത്തിലുണ്ട്. ഗാന്ധിജിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കഥകൾ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സത്യാഗ്രഹത്തിൻ്റെ മാർഗത്തിലൂടെ ഗാന്ധിജി നമ്മളെ എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാജിയുടെ വളരെ മനോഹരമായ കഥകൾ ഈ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഇലിസ്ട്രേഷൻസും ആർത്തി മുദാന സിംഹും അതുപോലെ മമത നയനിയുമാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ രചയിതാക്കൾ. ഈ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് പോകാം. കണ്ടോ, വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും, വലിയവർക്ക് വരെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അത്ര ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. കണ്ടോ, എല്ലാ റെഡ് പേജസും വൈറ്റ് ടെക്സ്റ്റും ഫോണ്ടും അതുപോലെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ സ്റ്റിക്കർ ഇലിസ്ട്രേഷൻസും കണ്ടോ. ഇതൊക്കെ നമുക്ക് ഒട്ടേറെ ഇഷ്ടപ്പെടും. ചെറിയ ചെറിയ കഥകളാണ്, ഒരു പാരഗ്രാഫൊക്കെ ആയിട്ടുള്ള കഥകളാണ്. എല്ലാം 150 സ്റ്റോറീസ് ഉണ്ട്, 150 പേജസ് ഉണ്ട്. അങ്ങനെ അത് മാത്രമല്ല, നമുക്ക് ബോണസ് ആയിട്ട് ഇതിൽ ഗാന്ധിജിയുടെ ടൈം ലൈൻ, ഗാന്ധിജിയുടെ ഫാമിലി ട്രീ, അതുപോലെ ടൈം ലൈൻസ് ഓഫ് ദ മഹാത്മാ, സെലക്റ്റഡ് ബിബ്ലിയോഗ്രഫി, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാർഡ് കവർ ഫോമാറ്റിലാണ് വരുന്നത്. പെൻഗ്വിൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള, ഇത് അനിരുദ്ധ മുഖർജിയാണ് ഇതിൻ്റെ കവർ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊരു ഇൻസ്പിരേഷൻ തന്നെയാണ് ഈ ഒരു പുസ്തകം. തീർച്ചയായും നിങ്ങളെല്ലാവരും വായിക്കണം. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ആർക്ക് വേണമെങ്കിൽ വായിക്കാം. മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണിത്. എല്ലാവരും വായിക്കുക. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് നന്മാസ് വേൾഡ് ഓഫ് ബുക്സ്. നന്മ സൈനിങ് ഓഫ്. ബൈ.